കർക്കിടകം രാശിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വളരെയധികം സൂക്ഷിക്കേണ്ടതും കരുതലോടുകൂടി ഇരിക്കേണ്ട കാലഘട്ടങ്ങളുമൊക്കെയാണ് ഇനി വരുന്നത്. ഇതിനു മുൻപ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടേതായ ബേസിൽ വീണ്ടും പുതിയതായ എന്തെങ്കിലുമൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അപ്പോൾ വളരെയധികം കരുതൽ തന്നെ വേണം. 2025 മുൻപ് തന്നെ 7.5 ആണ്ട് ശനിയുടേതായ ആ ഒരു കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളിലൊക്കെ കൂടി വന്ന വ്യക്തികളൊക്കെ തന്നെയാണ്. അതിൻ്റേതായ പ്രശ്നങ്ങളും വളരെ അധികം നിങ്ങൾ നേരിട്ടിട്ടും ഉണ്ടാവും. അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ ആരുടേതായ വിശ്വാസങ്ങളിലേക്കും നിങ്ങൾ എടുത്തു ചാടി മുഖം കൊടുത്ത് സംസാരിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കരുത്. കാരണം എല്ലാ ഇടങ്ങളിലും വളരെയധികം സ്നേഹം വാത്സല്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് തന്നെ അത് വിനയായി മാറും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന നന്മകളൊന്നും പുറത്തു വരില്ല, പക്ഷേ തിന്മകളൊക്കെയും പുറത്ത് വരികയും ചെയ്യും. അത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല, മറ്റുള്ളവർ അത് അങ്ങനെ ധരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ഇനിയുള്ള കാലത്തെക്കുറിച്ച് സംസാരിക്കാം. കുടുംബപരമായി ജീവിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധ വേണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളെ ഒരാൾ പുകഴ്ത്തുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. വെളുത്തതെല്ലാം തന്നെ പാലല്ല എന്ന് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. അതുതന്നെയാണ് സത്യവും. 15 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ഒരു വീഡിയോ സഞ്ചാരം നടത്തുന്നത്. മേടം രാശി മുതൽ മീനം രാശി വരെ ഉള്ളവരുടേതായ വീഡിയോസാണ് ഇതിലൂടെ സ്ത്രീകളുടേതായിട്ട് പറയുന്നത്. സ്ത്രീകൾക്കുള്ള വീഡിയോ ആണെങ്കിലും ആണുങ്ങൾക്കും കേൾക്കാം, പ്രശ്നമൊന്നുമില്ല. കർക്കിടകം രാശി എന്ന് പറയുന്നത് തന്നെ ചന്ദ്രൻ്റെ ആധിപത്യം ഉള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ അത് പെൺ രാശിയുമാണ് ആ ഒരു രാശി എന്ന് പറയുന്നത്. ഈ രാശിക്കുള്ളിൽ 3 നക്ഷത്രങ്ങളാണ്: പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെ. അതുപോലെ തന്നെ ഈ 3 നക്ഷത്രങ്ങൾക്കും 3 ദേവതകളാണ്: ഗുരു ഭഗവാൻ, അതുപോലെ തന്നെ ചന്ദ്രഭഗവാൻ, അതുപോലെ ബുധൻ എന്നിങ്ങനെ 3 ഈശ്വരന്മാരാണ് ഈ നക്ഷത്രങ്ങളെ നയിക്കുന്നത്. ഈ രാശിയിലുള്ളവർക്കൊക്കെ വിദ്യാഭ്യാസത്തിൻ്റേതായ നല്ല ഒരു ഇത് ലഭിക്കുകയാണെങ്കിൽ മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അങ്ങനെയുള്ള വക്കീൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഇവർക്ക് മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന വ്യക്തിത്വങ്ങളുടേതായ ഉടമകളായിട്ട് തന്നെയായിരിക്കും മാറുക. കാരണം വ്യാഴത്തിൻ്റേതും ശനിയുടേതും അതുപോലെ ബുധൻ്റേതും ആധിക്യം ഉണ്ടെങ്കിൽ വളരെയതായ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇവരിൽ ചിലരെങ്കിലും കലാപരമായ നല്ല വാസനകൾക്ക് ഉടമയുള്ള ആൾക്കാരായിരിക്കും. കാരണം നൃത്തം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെയും ഈ ഒരു രാശിക്കുള്ളിൽ ഉണ്ടാകും. രാത്രിയായാലും പകലായാലും നല്ല രീതിയിൽ അധ്വാനത്തിന് നൽകി കുടുംബത്തിന് വേണ്ടിയിട്ട് പരമാവധി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും ഈ കർക്കിടകം രാശിയിലുള്ള നക്ഷത്രക്കാരൊക്കെ. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ. കുടുംബത്തിനോട് എപ്പോഴും ഒരു പ്രതിബദ്ധത ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രശ്നങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്ത് ഉയർന്നു വരണമെന്ന ചിന്താഗതി എന്നും ഇവരിൽ ഉണ്ടായിരിക്കും. ഒരു 15 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും ശരി, വിദ്യാഭ്യാസപരമായ രീതിയിൽ മുന്നിലേക്ക് വരണമെന്ന് വളരെയധികം ആഗ്രഹിക്കും. അത് കലാപരമായ സൃഷ്ടികൾ പഠിക്കുന്നതിലൂടെയും അവർക്ക് അത്തരത്തിലൊരു ആഗ്രഹമുണ്ടാവും. അതിലൂടെ നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹമുണ്ടാവും. പക്ഷേ സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന ഒരു ആഗ്രഹമോ ചിന്തയോ ഉണ്ടാവില്ല. തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നേടണം എന്നൊരാഗ്രഹം ഈ സ്ത്രീകൾക്കൊക്കെയും തന്നെ ഉണ്ടാകും. രാശിയിലുള്ള ഈ സ്ത്രീകൾക്കൊക്കെയും ഈ ഒരു ചിന്താഗതി ഉണ്ടായിരിക്കും, സ്വയം എന്തെങ്കിലും നേടണമെന്ന്. കർക്കിടകം രാശിയിലുള്ള സ്ത്രീകൾ അമ്മയോട് വളരെ അധികം സ്നേഹ വാത്സല്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയായിരിക്കും. പക്ഷേ വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ അമ്മയോട് വളരെയധികം ഇടപെട്ട് പോകുന്ന ഒരു പ്രകൃതം ആയിരിക്കില്ല. കാരണം രണ്ടുപേരുടെയും ചിന്താഗതികളൊക്കെ വ്യത്യസ്തമായി വരും. അപ്പോൾ അവിടെ ഇവരുടേതായ ആഗ്രഹങ്ങൾ നടക്കാതെ വരും. അപ്പോൾ അവിടെ ഒരു എതിർപ്പൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ആ കുടുംബത്തിന് പ്രശ്നമില്ലാത്ത മുന്നിലേക്ക് പോകുവാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും. ഇവർ വിവാഹം കഴിക്കുന്ന പുരുഷനോടൊക്കെ വളരെയധികം ആത്മാർത്ഥതയും സ്നേഹവും വച്ചു പുലർത്തും. തൻ്റെ മക്കളോടും അതേപോലെ തന്നെയായിരിക്കും അവർക്ക് സ്നേഹം. കാരണം ഭർത്താവ്, കുട്ടികൾ ഇവർക്ക് വളരെ അധികം പ്രിയപ്പെട്ട ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും ഇവർ സന്നദ്ധരാകും. എന്നിരുന്നാലും ഒരു 25-35 വയസ്സിനിടയിൽ ആവശ്യമില്ലാതെ വരുന്ന ചില പ്രശ്നങ്ങൾ കുടുംബ ജീവിതത്തിൽ ഇടങ്കോലിട്ട് അതായത് ആഗ്രഹിക്കുന്ന രീതിയിൽ വളർന്നു വരാൻ പറ്റാതെ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്.
ഇപ്പോൾ കഴിഞ്ഞ ഒരു 2.5 വർഷക്കാലത്തെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അപവാദങ്ങൾക്കൊക്കെ ഇടയായി കാണും. കാരണം കടബാധ്യതകളൊക്കെ വന്നു ചേർന്നിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വാങ്ങിയ കടങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെയും കഴിഞ്ഞ 2.5 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകും. കാരണം അഷ്ടമശനിയുടേതായ ഒരു ഇടപെടൽ ആയിരുന്നു. അനാവശ്യമായി ചില കോർട്ട് കേസ് വഴക്കുകളിലൊക്കെ വന്ന് എത്തേണ്ട സാഹചര്യങ്ങളൊക്കെയും ആയിരുന്നു കഴിഞ്ഞ 2.5 വർഷക്കാലം നിങ്ങൾക്ക് നൽകിയിരുന്നത്. ചിലർക്കെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായ ഇടപെടൽ മൂലം ചിലർക്ക് അത് ഒഴിവായി പോയിരിക്കാം. എന്നാൽ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഈ 2025 ശേഷമുള്ള കാലങ്ങളൊക്കെ വളരെയധികം നന്മകൾ നിറഞ്ഞത് തന്നെയായിരിക്കും. അപ്പോൾ മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങൾ അടുത്ത് നടക്കാൻ പോകുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് പാഠമായിരിക്കും. ഇതുവരെ ഒരു കടം അടയ്ക്കാനായിട്ട് മറ്റൊരിടത്തുനിന്ന് കടം വാങ്ങുക അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരുന്നെങ്കിൽ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു കടബാധ്യത മാത്രമായിരിക്കും ഉണ്ടാവുക. അതിനെ മാത്രം നിങ്ങൾ അടച്ച് തീർത്ത് സന്തോഷകരമായ കുടുംബജീവിതത്തിനുള്ള ഒരു കാലം ഇവിടെ ആരംഭിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു വഴിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിയോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള ആൾ വഴിയോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആരുടെയെങ്കിലും സഹായം വഴിയോ ഒരു സഹായം നിങ്ങൾക്ക് വന്നു ചേരുകയും അത് നിങ്ങൾക്ക് സമ്പാദ്യത്തിനുള്ള വഴി തുറക്കുന്ന ഒരു മാർഗവും കൂടിയായി മാറുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതായത് വ്യാഴ ഭഗവാൻ നിങ്ങളുടേതായ രാശിക്ക് 12ാം ഇടത്തിലാണ് വന്നിട്ടുള്ളത്. അതുതന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു തീർപ്പുണ്ടാകുന്ന ഒരു കാലമാണ്. അതായത് ഇതുവരെയും കഷ്ടതകൾ അനുഭവിച്ചിരുന്നവർക്ക് ഒരു മാർഗം തുറന്നു ലഭിക്കുമെന്നുള്ളതാണ്. അത് മറഞ്ഞിരിക്കപ്പെടുന്ന ഒരു നല്ല വഴികൾ ഇനി നിങ്ങൾക്ക് തുറന്നു ലഭിക്കും. കാരണം 12ാം ഭാവം എന്ന് പറയുന്നത് മറയ്ക്കപ്പെടുന്ന സ്ഥാനമാണ്, എന്തും മറയ്ക്കപ്പെടുന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികമായ ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സ്ഥാനമായിട്ടും നമുക്കതിനെ കണക്കാക്കാം. അപ്പോൾ ചിലവുകളൊക്കെ നല്ല ചിലവുകളായി മാറും. അതായത് കടങ്ങളൊക്കെ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിലവായി തന്നെ അത് മാറുകയും സന്തോഷത്തിൻ്റേതായ ഒരു കാലഘട്ടം ഈ ഒരു സമയം മുതൽ തുടങ്ങുകയും ചെയ്യും. ശനീശ്വരൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൂടി കൊണ്ട് തന്നെ ഒരു നല്ല ഫലം നിങ്ങൾക്കുണ്ടാവും. അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു മോശം അനുഭവങ്ങളാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഭാഗ്യസ്ഥാനത്തിരുന്ന് നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ നിവൃത്തിയാക്കി തരുന്ന ഒരു കാലമായിരിക്കും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതൊക്കെ അങ്ങ് മറക്കുക. അതാണ് ഞാൻ പറയുന്നത്. പൊന്ന്, പണം, ഭൂമി അങ്ങനെ എന്തു വേണമെങ്കിലും ഒരു മനുഷ്യന് നഷ്ടപ്പെടാം. അതൊരു വിഷയമല്ല. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്കത് വീണ്ടും സ്വീകരിച്ച് അല്ലെങ്കിൽ നമുക്ക് നേടാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ശാരീരികമായ രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ചികിത്സിക്കണം. കാരണം ഇവിടെ രാശിക്ക് 8ാം ഭാവത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും വിധത്തിലുള്ള മോശം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അത് അനാവശ്യ ചിലവുകളിലേക്ക് കൊണ്ടുവയ്ക്കാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ കണ്ട് ചികിത്സിക്കുക. ജീവിതത്തിൽ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചിലരുടെ കുടുംബമെങ്കിലും ഈ പിണങ്ങി മാറിയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ചിലർക്കെങ്കിലും അതങ്ങനെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒരു വിധിയുടേതായ ഒരു വിളയാട്ടം മാത്രമാണ്. പലർക്കും തന്നെ ഭർത്താവിനാലായിരിക്കും ഈ പണം സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഭാര്യ, അതായത് ഈ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു വിഷയം വരാനുള്ള സാധ്യത കുറവായിരിക്കും. ഭർത്താവ് എന്തെങ്കിലും രീതിയിൽ കടബാധ്യതകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും പരമാവധി സ്ത്രീകളൊക്കെയും ഇതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇനി അതൊക്കെ മാറുന്നു. നിങ്ങളൊക്കെ തന്നെ ആ കാര്യങ്ങളൊക്കെ മറക്കുക, സന്തോഷമായി ഇരിക്കുക. അതുകൊണ്ട് തന്നെ ചൊവ്വ ഭഗവാനെ, ശ്രീ മുരുകനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് വണങ്ങുക. നീലകണ്ഠൻ ശാസ്താവായ ശ്രീ ധർമ്മശാസ്താവിനെയൊക്കെ വണങ്ങി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല ഫലം ചെയ്യും. സാക്ഷാൽ ശ്രീ മുരുകനെ വണങ്ങി പ്രാർത്ഥിക്കുന്നതും ചൊവ്വയുടേതായ ഒരു നല്ല ഫലം നിങ്ങൾക്ക് നൽകും. ഈ ഒരു കാലഘട്ടം മുതൽ അങ്ങനെ ഒരു ചിന്ത എപ്പോഴും പ്രാപ്തമാകുക. എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും ശനീശ്വരനെയും ചൊവ്വ ദേവനെയും വണങ്ങി പ്രാർത്ഥിച്ച് മുന്നിലേക്ക് ഇറങ്ങുക. കർക്കിടകം രാശിയിലുള്ള സ്ത്രീകളുടെ മക്കൾ ആണായാലും പെണ്ണായാലും പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായ ഒരു ധാർഷ്ട്യപരമായ ഒരു ഇടപെടലായിരിക്കും. അത് കൊച്ചുകുട്ടിയായാലും വലിയതായാലും. എന്നാലും കുട്ടികളിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രശസ്തിയൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മോശകരമായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വീട്ടിലുള്ള പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ കുട്ടികളിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശസ്തി, ഒരു അംഗീകാരം എന്നിവയൊക്കെ വന്നു ചേരുന്ന ഒരു കാലം ആയിരിക്കും നിങ്ങൾക്ക് ഇനിമേൽ സംഭവിക്കുക. കർക്കിടകം രാശിക്കാരെ പെട്ടെന്ന് പറ്റിക്കാനൊന്നും പറ്റില്ല. പക്ഷേ
ഇവരുടേതായ രീതിയിൽ അറിയുന്ന വ്യക്തികൾ സ്നേഹം നടിച്ച് ഇവരെ പറ്റിക്കുന്നു എന്നുള്ളതാണ്. കാരണം അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഇവരോട് കള്ളം പറഞ്ഞ് ആ സ്നേഹത്തിനെ കുരുക്കാക്കി മാറ്റിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് മറ്റുള്ളവർ. അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, സ്വന്തം കുടുംബത്തെക്കുറിച്ചും ചിന്തിച്ച് മുന്നിലേക്ക് പോവുക. മറ്റുള്ളവരൊക്കെ നമ്മളിൽ നിന്നും എന്തെങ്കിലും നേടിക്കൊണ്ട് പോകുവാനായിട്ടാണ്. ആരുടെ പ്രശംസയ്ക്കും പാത്രമാകാതിരിക്കുക. കാരണം പ്രശംസയും കൊണ്ട് ഒരു വ്യക്തി മുന്നിലേക്ക് വരികയാണെങ്കിൽ അയാൾക്ക് അയാളുടേതായ സ്വന്തം കാര്യ നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒരാൾ നമ്മളെ പുച്ഛിക്കുന്നു എങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കരുതണം. നമ്മുടെ നന്മയാക്കി മാറ്റേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം പുച്ഛം അത് അവർ നമ്മളെ പുച്ഛിക്കുമ്പോൾ നമ്മൾ അതങ്ങനെയല്ല എന്ന് പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അത് നമ്മുടെ നന്മയായിരിക്കും. എന്നാലോ തിരികെയാണെങ്കിലോ പ്രശംസയാണെങ്കിൽ ഓർക്കുക, അവരുടേതായ സ്വന്തം നേട്ടമാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വർഷം മുതൽ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് പറയുന്നത്. എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി കഴിയുവാനായിട്ട് പ്രാർത്ഥിക്കാം.